പറ ദൈവത്തിന് നന്ദി. പിന്നെ ഇതുണ്ടാക്കിയ മമ്മിക്ക് നന്ദി. ഹാപ്പി ഈസ്റ്റർ ബ്രഹ്മയുഗത്തിൽ പറയില്ലേ അല്ല ഇവിടെ കണ്ട ബ്രഹ്മയുഗം ഇതാണ് നമ്മളുടെ ഈസ്റ്റർ റെസിപ്പീസ്. ഇത് നമ്മൾ പോർക്ക് വേവിച്ചെടുത്തതാണ്, വെള്ളമൊന്നും ചേർക്കാതെ വരട്ടിയെടുത്തതാണ്. വെള്ളമൊന്നും ചേർക്കാതെ ഇഞ്ചി, ഉള്ളി, പച്ചമുളക്, കുരുമുളക്, മുളക്, പിന്നെ ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് സവോള ഇതെല്ലാം മിക്സ് ചെയ്ത് അല്പം എണ്ണ ഒഴിച്ച് വേവിച്ചെടുത്തതാണ് ഈ പോർക്ക് കറി. പിന്നെ നമ്മളെടുത്തിരിക്കുന്ന കോഴിയാണ്. ഈ കോഴി നമ്മൾ മുളക്, മല്ലി, മഞ്ഞൾ, ജീരകപ്പൊടി, കുറച്ച് ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ് ഇതെല്ലാം ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്തതാണ്. ഇത് നമ്മൾ പോത്താണ്. ഇത് ഫിംഗർ ടൈപ്പ് കട്ടിങ് ആണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളത് മുളക്, മല്ലി, മഞ്ഞൾ, പിന്നെ കുറച്ച് സോയ സോസ്, കുറച്ച് ചില്ലി സോസ്, കുറച്ച് കോൺഫ്ലോർ ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് ഇത് നമ്മൾ ഒരു അരമണിക്കൂറിന് ശേഷം ഒരു മുട്ട കൂടെ ചേർത്ത് ഇത് മിക്സ് ചെയ്ത് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മളുടെ പ്രോണാണ്. ഇതിൽ മുളക്, മല്ലി, മഞ്ഞൾ, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ് എല്ലാം ചേർത്ത് സോൾട്ടെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് ഒരു ടീസ്പൂണ് കോൺഫ്ലോർ കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം മാരിനേറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ടൂത്ത് പിക്ക് വെച്ചിട്ടുണ്ട്, അത് ചുരുണ്ട് പോകാണ്ടിരിക്കാനാണ്. എന്നിട്ട് നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താണ്. പിന്നെ നമ്മൾ സലാഡിന് വേണ്ടി വെള്ളരിക്കും പിന്നെ തക്കാളിയാണ്. ഇതിലേക്ക് നമ്മൾ അല്പം സോൾട്ട്, വിനെഗർ, കൊച്ചു ഓയിൽ, അല്പം കുരുമുളക് ഇതെല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നതാണ്. പിന്നെ നമ്മളുണ്ടാക്കിയിരുന്ന ഫിഷ് കറിയാണ് ഇത് ഇവിടെ പറയുന്നത് രൂപ ചെമ്പെന്നാണ്, നാട്ടിലെന്താ പറയണതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് നമ്മൾ കുടപ്പുളി, തക്കാളി ഇട്ടിട്ട് നാളികേരപ്പാലിൽ വേവിച്ചെടുത്താണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് മോരാണ്. ഇത് നമ്മൾ തക്കാളിയല്ല, സബോള, പച്ചമുളക്, മല്ലിയില ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തൈര് എടുത്ത് ഉടച്ച് അതിലേക്ക് സബോള, പച്ചമുളകെല്ലാം ചേർത്ത് ഉപ്പിട്ട് മല്ലിയില ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ശരിയാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഈസ്റ്റർ റെസിപ്പീസ്. अपने कन